ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു സമ്മേളനമാണിത്. ഇങ്ങനെ ഒരു മഹാസമ്മേളനം ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിലൊക്കെ എങ്ങനെ ആരെ അറിയിക്കും എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അഭിവാദ്യങ്ങൾ. എൻ്റെ പേര് ഓജസ് ജോൺ. ഞാൻ അമേരിക്കയിലെ സിയാറ്റിലിൽ നിന്നാണ്. IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ LKS ഇത് അമേരിക്കൻ മേഖലാ സമ്മേളനം അടക്കം 3ാമത് തവണയാണ് കടന്നു വരുന്നത്. LKSനെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ഇന്നലെ ഞങ്ങൾ മുകേഷ് MLAയുമായിട്ട് ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു സമ്മേളനമാണിത്. കാരണം പ്രവാസികളുടെ ഇത്രയധികം പ്രശ്നങ്ങൾ, ഒരുപക്ഷെ അമേരിക്കയിലുള്ളവർക്ക് മുണ്ട് മുറുക്കി കൊടുക്കുന്ന ആ പ്രശ്നങ്ങൾ കുറവായിരിക്കാം ഒരു പരിധിവരെ. പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നിന്നും സൗത്ത് സുഡാനിലും എന്നുള്ള മലയാളികളുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ, ഒരിറ്റ് കണ്ണീരില്ലാതെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ല. അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് പ്രവാസികൾ. ഇങ്ങനെയൊരു മഹാസമ്മേളനം ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിലൊക്കെ എങ്ങനെ ആരെ അറിയിക്കും എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു 300 പേര്, 126 രാജ്യങ്ങളിൽ നിന്ന് 300 പേര് വരുമ്പോൾ, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും സർക്കാരിൽ പരിഹാരമില്ല. നമ്മൾ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള ഒരു സ്റ്റേറ്റ് അല്ല. അപ്പോൾ ചില പരിഹാരങ്ങൾ തന്നെ കടന്നു വരുന്നുണ്ട്. മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മറ്റ് രാജ്യക്കാർ അറിയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെറ്റ്വർക്കിംഗ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം LKSന് പ്രത്യേകമായിട്ടുള്ളൊരു താങ്ക്സ് രേഖപ്പെടുത്തുകയാണ്. പിന്നെ കേരളത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് ആ മാറ്റം, കണ്ണ് തുറന്നിരിക്കുന്നവർ ആ മാറ്റം വളരെ പ്രകടമാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവെ റോഡ് ട്രിപ്പ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയൊക്കെ സഞ്ചരിക്കാറുള്ള ആളാണ്. അപ്പോൾ അതിനകത്ത് റോഡുകൾക്ക് വന്നിരിക്കുന്ന മാറ്റം, അതുപോലെ ഈ പ്രൈമറി ഹെൽത്തിൻ്റെ കേസിൽ നമ്മുടെ വീടുകളിൽ വരുന്നു. അംഗൻവാടി വർക്കേഴ്സാണെങ്കിലും ആശാ വർക്കേഴ്സാണെങ്കിലും വീടുകളിൽ വരുന്നു. ഏറ്റവും ചെറിയ ഗ്രാമത്തിൽ പോലും എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ ഒരു വളരെ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്പെൻസറി ഉണ്ട്. ഇപ്പോൾ ഈ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലെല്ലാം ഒരു ശ്രമമുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം തന്നെ എടുത്താൽ, അമേരിക്ക എങ്ങനെയാണ് ഇത്രയും വികസിച്ചതെന്ന് നോക്കിയാൽ ഒരു സിസ്റ്റം 2 കാര്യങ്ങൾ കൊണ്ടാണ്. കണക്ടിവിറ്റിയാണ് ഒന്ന്. അമേരിക്ക മുഴുവൻ അത്രയും ബൃഹത്തായ രാജ്യം, ഇന്ത്യയുടെ 4 ഇരട്ടിയുള്ള രാജ്യം മൊത്തം കണക്ട് ചെയ്യുന്ന രീതിയിൽ റോഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയവർ. അത് കഴിഞ്ഞ് കണക്ടിവിറ്റി, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഈ 2 കാര്യങ്ങളിലാണ് കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചത്. അതൊരു 80% വിജയിച്ചു. നമ്മുടെ ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന വിധമൊക്കെ മാറേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും റോഡിൻ്റെ കാര്യങ്ങളൊക്കെ വികസിച്ചു. ഇനി ഇതിനൊരു കണ്ടിന്യൂറ്റി ഒത്തിരി വേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇതിവിടെ നിന്നു പോകും. അപ്പോൾ പുതിയ ആശയങ്ങൾ നല്ലതാണെങ്കിലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ എന്താണോ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ഇനിയും അതവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും.